അല്ല, പക്ഷേ ഇദ്ദേഹം ആദ്യം ആരോപണം ഉന്നയിച്ച കാര്യം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉന്നയിക്കാൻ ഇദ്ദേഹവും തയ്യാറായില്ല, ഇദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നവരും തയ്യാറായില്ല. അതെന്തുകൊണ്ടായിരിക്കും? അല്ല, അത് തന്നെ കാരണം വെച്ചാൽ വോട്ട് ചോരി എന്നുള്ള പേരിൽ അദ്ദേഹം തേജസ്വി യാദവുമായിട്ട് ചേർന്നിട്ട് ബീഹാറിൽ യാത്ര നടത്തിയിരുന്നു. അല്ല, അതാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ നാം കണ്ടില്ലല്ലോ. ആ തെരഞ്ഞെടുപ്പ് കാണില്ല, കാരണം വെച്ചാൽ ഇത് ഒരു എന്താ പറയുക, ഒരു പുകമറ മാത്രമാണ് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പാകുമ്പോഴത്തേക്ക് കുറേ വോട്ടേഴ്സിനെ സ്വാധീനിക്കാൻ കഴിയുമോ എന്നാണ് അദ്ദേഹം നോക്കുന്നത്. ഇപ്പോൾ ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, അതിന് ഏതാനും മണിക്കൂർ മുമ്പാണ് അദ്ദേഹം ഈ ബാറ്ററി ബോംബ് പൊട്ടിച്ചത്. പക്ഷേ അതിൽ വെടിയില്ലായിരുന്നു, കുറേ പുക മാത്രമേ ഉള്ളൂ. പക്ഷേ ആ പുക ഇന്നിപ്പോൾ പിന്നെന്താ അതിൻ്റെ അസ്വാഭാവികതകളും തെറ്റുമൊക്കെ വിവിധ മീഡിയകൾ വെളിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ബ്രസീൽ മോഡലിൻ്റെ പടം വെച്ചിട്ട് 22 തവണ കള്ളവോട്ട് ചെയ്തു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം മെയിനായിട്ട് അവതരിപ്പിച്ചത്. പക്ഷേ അതിൽ കാണിച്ചിരിക്കുന്ന 22 വോട്ടർമാരുടെ പേരുകളും മറ്റു വിവരങ്ങളും ഇന്നിപ്പോൾ മീഡിയാസ് പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ സോനിപ്പത്തിലെ പൂനം, അതുപോലെ തന്നെ പിങ്കി എന്നൊരു ആളുകൾ അവർ നേരിട്ട് കണ്ട് സംസാരിച്ചു. അവർ വോട്ട് ചെയ്തവരാണ്, അവരുടെ കയ്യിൽ ID കാർഡുണ്ട്, അവർ തന്നെ ഫോട്ടോ വെച്ച ID കാർഡാണ്, അവർ വോട്ടർ കാർഡ് അതായിരുന്നു. പക്ഷേ ഇദ്ദേഹം അവതരിപ്പിച്ചാൽ എങ്ങനെ ഈ ബ്രസീൽ മോഡൽ വന്നു എന്നുള്ളതാണ് സംശയകരം. അത് മാനിപ്പുലേറ്റഡ് ആണോ എന്നും ആക്ഷേപങ്ങൾ പല ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.